ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് ED സമൻസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടന് നോട്ടീസ് നൽകി. അടുത്ത ആഴ്ച ഹാജരാകണമെന്നാണ് നോട്ടീസിലെ നിർദ്ദേശം. സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയാനാണ് EDയുടെ നീക്കം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ജയറാമന്റെ വീട്ടിലെത്തിച്ച പൂജ ചെയ്യുന്ന ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണെന്നും തന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നുമായിരുന്നു ജയറാം പറഞ്ഞത്. ശബരിമലയിലെ ഇത്തരം വിശേഷപ്പെട്ട വസ്തുക്കൾ വീട്ടിലെത്തിച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് പോറ്റി തന്നെ ധരിപ്പിച്ചുവെന്നും ജയറാം SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു. ജയറാമിനെ സാക്ഷിയെന്ന നിലയിലായിരുന്നു SIT ചോദ്യം ചെയ്തത്. നിർമ്മാണവേളയിൽ ശബരിമലയിലെ കട്ടിളപ്പാളികളും വാതിലുകളും പോറ്റി പല സ്ഥലത്തും കൊണ്ടുപോയി പൂജകളും പ്രാർത്ഥനകളും നടത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ പേരിൽ പണം വാങ്ങിയെന്നുമായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഇതിന് പിന്നാലെയാണ് EDയും ചോദ്യം ചെയ്യാനായി ജയറാമിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ച പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിലാണ് EDയുടെ പരിശോധന. ഇതിൽ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ജയറാമിൽ നിന്നും ചോദിച്ചറിയുക. കഴിഞ്ഞ ദിവസമാണ് സമൻസ് നൽകിയത്. അടുത്ത ആഴ്ചയായിരിക്കും ചോദ്യം ചെയ്യലിന് ജയറാം ഹാജരാകുക. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്കപ്പുറത്തേക്ക് 12 പേർക്കാണ് ED തുടക്കത്തിൽ സമൻസ് അയച്ചത്. ഇതിൽ 3 പേർ മാത്രമാണ് SITയുടെ പ്രതിപട്ടികയിലുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാനായി ED വിളിപ്പിച്ചേക്കുമെന്നാണ് വിവരം. കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.